ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. ഹൗ ടു ഡീൽ ടീനേജേഴ്സിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ടീനേജ്. ഒരുപാട് ഇമോഷൻസിൽ കൂടി കടന്നു പോകുന്ന കാലഘട്ടമാണിത്. ഗേൾസിനും ബോയ്സിനും ചേഞ്ചസ് ഉണ്ടാകുന്നു. ശരീരത്തിലാണെങ്കിലും ശബ്ദത്തിലാണെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. പേരൻസ് അവരെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഒരുപാട് എനർജി ഉള്ളൊരു കാലഘട്ടമാണ്. നല്ല രീതിയിൽ നാം ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. പേരൻസ് ശ്രദ്ധിക്കേണ്ടത് അവരുമായി കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നതാണ്. അവരുമായി ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ കൂട്ടുന്ന സമയത്ത് അവരുമായി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കാൻ ശ്രമിക്കുക. ഏത് കാര്യമായാലും പേരൻസിനോട് തുറന്നു പറയാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകണം. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കണം നാം കുട്ടികളുമായി ക്രിയേറ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാവുന്നതാണ്. അവരുടെ സ്കൂളിൽ നടക്കുന്നതും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്നതും അവർ സംസാരിക്കുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു വേ ഓഫ് മെത്തേഡും കൂടിയാണ്. നമ്മുടെ ടീനേജേഴ്സായ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് മെൻ്റലി ഫിസിക്കലി നമുക്ക് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അവരെ മെൻ്റലി ഫിസിക്കലി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കൂടുതലും ദേഷ്യവും വാശിയും ഒക്കെ വരുന്ന ഒരു കാലം കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് വീട്ടിലേക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ടി വിയോ ഒക്കെ വാങ്ങുമെന്നിരിക്കട്ടെ, നമുക്ക് അവരുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കാം. ഏത് മോഡലാണ്, ഏത് ടൈപ്പാണ് നല്ലതെന്നും ഈ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നും നമുക്ക് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അവർക്കതിനെക്കുറിച്ച് കൂടുതൽ ധാരണകളുണ്ടാവും. നമ്മളെക്കാട്ടി കൂടുതൽ ധാരണകൾ അവർക്കുണ്ടാവും. പ്രത്യേകിച്ചും ബോയ്സിന് ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് പോലുള്ള കാറിനെ കുറിച്ചും ഒരുപാട് ധാരണ ഉണ്ട്. അതുപോലുള്ള ഏത് ഇലക്ട്രോണിക് സാധനത്തിനെ കുറിച്ചും അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്നെയും വീട്ടുകാരൻ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാകുന്നു. എനിക്ക് മൊബൈൽ വാങ്ങുന്ന സമയത്ത് എൻ്റെ മോൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഓരോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണിനെ കുറിച്ചും എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് വ്യക്തമായ ധാരണ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ട് എന്നുള്ളത്. വീട്ടിലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവരെ പരിഗണിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അവരോട് കൽപ്പിക്കാതെ, നിയന്ത്രണം വയ്ക്കാതെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിലും പരിഗണന ടീനേജേഴ്സിന് നൽകുക. എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുക. അതുപോലെ തന്നെ ഓവറായിട്ട് കെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഓവറായിട്ട് കെയർ ചെയ്യുന്നത് അവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അവർ വളർന്നു വരുന്നൊരു കുട്ടിയാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തി അവരെ കൊച്ചുകുട്ടികളെപ്പോലെ കെയർ ചെയ്യുന്നത് എന്തായാലും ഒഴിവാക്കുക. അവർ എവിടെയൊക്കെയാണ് പോകുന്നത്, അവരുടെ ഫ്രണ്ട്സ് എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. മോശം കൂട്ടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് അവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പേരൻസ് തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരിക്കുക. പേരൻസിൻ്റെ സ്നേഹം കണ്ട് വളരുന്ന മക്കൾ ഭാവിയിൽ നന്നായി വരും. അവർ വലുതായാലും നാം അവരെ തലോടുക, സ്നേഹത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. അതുപോലെ തന്നെ കവിളിലൊരു മുത്തം കൊടുത്ത ശേഷം അവരെ സ്കൂളിലേക്ക് അയക്കുക. ഇതൊക്കെ നമുക്ക് അവരോട് പ്രകടമാക്കാൻ പറ്റുന്ന സ്നേഹ ലാളനങ്ങളാണ്. അവരുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ടീനേജേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ ഈ വീഡിയോയ്ക്ക് താഴെ ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.